എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. മാർച്ച് 20 ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ 7ാമത്തെ പോയിന്റിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റ്, ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റ് ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ അറിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിലേക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ പി എസ് സിക്ക് കൊടുക്കേണ്ടതില്ല. അതിലേക്ക് കരാറടിസ്ഥാനത്തിൽ ആൾക്കാരെ എടുത്തിട്ട് അങ്ങനെ ജോലി ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പി എസ് സി അംഗീകരിച്ചിട്ടില്ല. ധനകാര്യ വകുപ്പാണ് ഈ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് മുമ്പേ തന്നെ ഈ ഒരു ടൈപ്പിസ്റ്റ് പോസ്റ്റ് അബോളിഷ് ആകും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഓർഡറോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി വരികയാണ്. അതായത് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് അബോളിഷ് ആവാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴും KGT ടൈപ്പിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡിൻ്റെയും ഒക്കെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയും അതിൽ കുറേയധികം പേര് എക്സാം എഴുതിയിട്ട് പാസ്സാവുന്നവരുമുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോസ്റ്റ് ഇല്ലാതാക്കുന്ന ഈ ഒരു അവസരത്തിൽ KGT എന്തിനാണ് ഈ ഒരു എക്സാം നടത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഉത്തരവ് വന്നതോട് കൂടിയിട്ട് ഇപ്പൊ പാസ് ഔട്ട് വന്നിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവർ ആശങ്കയിലാണ്. അതുപോലെ തന്നെ ഓൾറെഡി ലിസ്റ്റിലുള്ളവർ, അതായത് ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് കൂടി ഒരു ആശങ്കയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് അത്രയധികം പഠിച്ച് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ കയറാൻ വരുന്നവർ, അതായത് LD ടൈപ്പിസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടിയാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഓർഡർ ധനകാര്യ വകുപ്പാണ് പുറത്തിറക്കിയിട്ടുള്ളത്. കേരള PSC ഒന്നും ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനെതിരെ എന്തായാലും പ്രതികരിച്ചേ പറ്റുള്ളൂ. അതെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. മുന്നോട്ട് പോകുന്തോറും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഞാനടക്കം, അതായത് ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ജോലിക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ അവരോട് ചെയ്യുന്ന ഒരു ചതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, അതായത് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് അബോളിഷ് ചെയ്യാണെന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ആയിട്ട് KGT എക്സാമുകൾ നടത്തരുത്, അല്ലെങ്കിൽ ഇതുപോലെ എക്സാമുകൾ PSC എക്സാമുകൾ വിളിക്കരുത്. അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലിസ്റ്റിൽ കയറുന്നതും അതുപോലെ തന്നെ ജോലി പ്രതീക്ഷിച്ച് വരുന്നതും. പിന്നെ പറയാനുള്ള കാര്യം, ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളവർ, അതായത് ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റ് മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ മറ്റുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടി എടുക്കുക. ഓക്കെ, ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റിനാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ്, ഈ 2 പോസ്റ്റുകൾക്കാണ് ഈ ഒരു പ്രശ്നം പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിരുന്നു. അത് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. അതും ഈ ഒരു അവസ്ഥയിലാണുള്ളത്. അതായത് ഈ പോസ്റ്റ് അബോളിഷ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഷോർട്ട് ഹാൻഡ് പിന്നെ അതുപോലെ തന്നെ DCA ഈ ക്വാളിഫിക്കേഷൻ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കും ശ്രമിക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയ സ്ഥിതിക്ക് PSC ഉടനെ അടുത്തൊരു ഓർഡർ എന്തായാലും പുറപ്പെടുവിക്കുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ DCA ക്വാളിഫിക്കേഷൻ എടുക്കുക, പിന്നെ ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷൻ എടുക്കുക. ഇത്രയും ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റുകൾക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഈ പോസ്റ്റ് മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ മറ്റു പോസ്റ്റുകൾക്ക് കൂടി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്യാം.
പിന്നെ ഏജ് ഓവറായിട്ട്, അതായത് ഇനിയിപ്പോൾ വേറെ എക്സാമുകളൊന്നും എഴുതാനില്ല, ഇപ്പോൾ ഓൾറെഡി കൊടുത്ത പോസ്റ്റുകൾക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് ഉള്ള ഒരു അവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള എക്സാമുകൾക്ക് മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക, നല്ല റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ ലിസ്റ്റ് വന്നാലും അതിൽ നിന്നുള്ള നിയമനം നമുക്ക് കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ടൈപ്പിസ്റ്റിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഞാനും ഇതുപോലെ ഒരു ടൈപ്പിസ്റ്റിൻ്റെത് അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ കാര്യം എന്താവും എന്നുള്ളത് അറിയില്ല. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ടൈപ്പിസ്റ്റ് ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാനിവിടെ പഠനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗവൺമെൻറ് ജോലി വാങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം വരുന്നത്. എന്തൊക്കെയാവും എന്നുള്ളത് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ പോലെ പഠിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടില്ല. അത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൈകിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ കിട്ടാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്നിട്ടും നമുക്ക് ഒരു ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ, പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ജോലി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ വലിയൊരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരെയും നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉള്ള സാഹചര്യമാണ് പറയുന്നത്. ആദ്യം മുതലേ കുറച്ച് വർഷം മുന്നേ ഈ ഒരു ടൈപ്പിസ്റ്റ് പോസ്റ്റ് അബോളിഷ് ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതായത് ഇനി ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ മൊത്തം ടൈപ്പിസ്റ്റ് പോസ്റ്റുകളും നിർത്തലാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അത് കുറച്ച് നേരത്തെ ആവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓൾറെഡി KGTൻ്റെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ, അതായത് KGT എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല, അത് നിർത്തി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് ഗവൺമെൻറ്റിനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമുകൾ നടത്തുകയും പക്ഷേ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ ഒരു ഓർഡർ ഇറക്കുകയും ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു എക്സാം പാസ്സാകാനുള്ള കഷ്ടപ്പാട് എല്ലാവർക്കും അറിയാമല്ലോ. നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പഠിക്കാൻ വളരെയധികം ചിലവ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പൈസയും ചിലവാക്കി സമയം മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നേരത്ത് ഒരു പോസ്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഗ്രൂപ്പുകളിൽ, അതായത് വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളത് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളും ഈ പ്രതീക്ഷിക്കാതെ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓർഡർ വരും. ചിലപ്പം ചില പോസ്റ്റുകൾ, അതായത് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഓർഡറോ അങ്ങനെ എന്തെങ്കിലും കാത്തു നിൽക്കുന്നവരായിരിക്കും. അതായത് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു ഓർഡർ ചിലപ്പോൾ കാത്തു നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയോ ഉദ്യോഗാർത്ഥികളുടെ ഒരു അവസരമാണ് ശരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.